പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങളെയും നമ്മുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 48-ാമത്തെ എപ്പിസോഡ് ഈ പ്രഭാതം നിങ്ങൾക്കേവർക്കും ധന്യകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്ത് നിർത്തിയ ഭാഗമെന്ന് പറയുന്നത് ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ എത്തപ്പെടുന്നവരാരാണ് എന്നുള്ള ആ വിചിന്തനമാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 ഭാഗങ്ങൾ ഈ പ്രഭാതത്തിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ സംഭവിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ എത്തപ്പെടുന്നവരെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ആ ഭാഗം അങ്ങനെ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ സംഭവിക്കുന്ന 4 കാര്യങ്ങൾ. 1, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ പുതിയ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. 2, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. 3, ഈ മരിച്ച വിശുദ്ധന്മാരും ജീവനോടെ ശേഷിക്കുന്നവരും ഈ ഇരു കൂട്ടരും ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. 4, തടുക്കുന്നവൻ, അതായത് പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് മാറുമ്പോഴാണ് അധർമ്മമൂർത്തിയുടെ യഥാർത്ഥമായ രൂപത്തിൽ, ഭാവത്തിൽ ഇവിടെ വെളിപ്പെടുന്നത്. ഇങ്ങനെ 4 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കണം. ഈ 4 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഉൽപ്രാവണത്തിൻ്റെ പ്രാധാന്യത നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ, അതായത് മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കുന്ന ഈ 4 കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. 1, ആദ്യം നാം പറഞ്ഞല്ലോ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഒരു പുതിയ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, കാറ്റർ പില്ലർ എന്ന് പറയുന്ന ഒരു പുഴുവുണ്ട്. അതിൻ്റെ സമാധി കഴിഞ്ഞിട്ട് അത് ഒരു മനോഹരമായ ചിത്രശലഭമായിട്ടാണ് അത് പുറത്തു വരുന്നത്. എന്നതുപോലെ കണ്ണിമിക്കുന്നിടയിൽ അനവധി സവിശേഷതകളുള്ള ഈ അമർത്യമായ ശരീരം നമുക്ക് ലഭിക്കപ്പെടുകയാണ്. അപ്പം നമ്മുടെ ഈ ശരീരം അടക്കം ചെയ്യപ്പെട്ട് മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു ശരീരത്തോടു കൂടെയല്ല ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുന്നത്. നമുക്ക് ഒരു പുതിയ ശരീരം ലഭിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു പുതിയ ശരീരം ലഭിക്കപ്പെട്ട ആ ശരീരത്തോടു കൂടെയാണ് ഞാനും നിങ്ങളും സ്വർഗവാസം ചെയ്യുന്നത്. ഈ ശരീരത്തോടു കൂടെ ഒരിക്കലും നാം എവിടെ ചെല്ലുന്നില്ല? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ ചെല്ലുന്നില്ല. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. നാം എല്ലാവരും മരിക്കുകയില്ല, നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവനോടെ ശേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതല്ല ഇനി
മരിച്ച് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരാണെങ്കിലും അവരുയർക്കുന്നതും നാം രൂപാന്തരം പ്രാപിക്കുന്നതും ഒരു പുതിയ ശരീരത്തോടുകൂടെയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ശരീരം, എ ട്രാൻസ്ഫോർമേഷൻ ബോഡി, എ ന്യൂ ബോഡി, ഒരു പുതിയ ശരീരമാണ് നമുക്ക് ലഭിക്കപ്പെടുന്നത്. ആ ശരീരം എങ്ങനെയുള്ള ശരീരമാണ് പറയാം. ഏദൻ പൂങ്കാവനത്തിൽ യഹോവയായ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർക്ക് നാണം തോന്നിയില്ലതാനും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവൻ ദോ ദേ വേർ നെക്കഡ്, അവര് നഗ്നരായിരുന്നു എങ്കിലും അവർക്കെന്ത് തോന്നിയില്ല? നാണം തോന്നിയില്ല. കാരണം എന്താണ്? അന്ന് അവരെ അനാവരണം ചെയ്തിരുന്ന, അവരെ വാരി ചുറ്റിയിരുന്ന ഒരങ്കി, ആ അങ്കിയുടെ പേരാണ് തേജസ്സിൻ്റെ അങ്കി. അപ്പം തേജസ്സിൻ്റെ വസ്ത്രം ഉടുപ്പിച്ചിട്ടാണ് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യനെ ഏദനിലേക്ക് ആക്കിയത്. എന്നാൽ പാപം ചെയ്തതിന് ശേഷമാണ് അവരിരുവർക്കും അവർ നഗ്നരാണ് എന്ന് തിരിച്ചറിയുകയും അവർ എന്ത് ചെയ്തത്? അവർ അത്തിയില കൊണ്ട് അവർക്ക് വസ്ത്രമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി. എന്നാൽ ഈ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവർ വിശുദ്ധീകരണം പ്രാപിച്ച് അവർ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് അവർ കർത്താവിനെ രക്ഷകനായി അംഗീകരിച്ച് അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരത്തെ ഒരു തേജസ്കരണം ചെയ്യിക്കുകയാണ്. തേജസ്കരിക്കപ്പെട്ട ശരീരം. അതിന് നമ്മുടെ ഈ ബോഡിയിൽ ഒരു 7 വിധ രൂപാന്തരങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 7 വിധ രൂപാന്തരങ്ങൾ. ഏതൊക്കെയാണ് ആ 7 വിധ രൂപാന്തരങ്ങൾ? 1, നമ്മുടെ ശരീരം ദ്രവത്വമുള്ള ശരീരമാണ്, അത് അദ്രവത്വത്തിലേക്ക് മാറ്റപ്പെടും. 2, നമ്മുടെ ശരീരം അപമാനമുള്ള ശരീരമാണ്. ഈ അപമാനമുള്ള ശരീരം അത് തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നു. 3, നമ്മുടെ ശരീരം ബലഹീനമായതാണ്, അത് ശക്തി ഉള്ളതായി മാറ്റപ്പെടുന്നു. 4, നമ്മുടെ ശരീരം പ്രാകൃതമാണ്, അത് ആത്മീകത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യപ്പെടുന്നു, രൂപാന്തരപ്പെടുന്നു. അടുത്തത്, നാം മണ്ണുകൊണ്ടുള്ളവനാണ്, നാം എന്താകുന്നു? സ്വർഗീയമായത് ധരിക്കുന്നു. ഇനി നാം മർത്യരാണ്, നാം മർത്യം ആണ്, നാം അമർത്യത്തെ ധരിക്കുന്നു. നമ്മുടെ ഈ ശരീരം, 7ാമത്തെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. ഇത് മഹത്വമുള്ള ഒരു ശരീരമായി മാറ്റപ്പെടും. മനസ്സിലായോ? അപ്പോൾ ഈ 7 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സംഭവിക്കുകയാണ്. ഈ സംഭവിക്കുന്ന ശരീരത്തോടുകൂടിയാണ് നാം എവിടേക്ക് എടുക്കപ്പെടുന്നത്? നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലേക്ക് എടുക്കപ്പെടുന്നത്. ഒരിക്കലും നമ്മുടെ ഈ ശരീരവുമായിട്ടല്ല. നമുക്കവിടെ ചെന്നിട്ട് നമ്മുടെ ബന്ധുക്കളുമായിട്ട്, നമ്മുടെ സ്നേഹിതരുമായിട്ട്, നമ്മുടെ മാതാപിതാക്കളുമായിട്ടൊന്നുമുള്ള സന്ധി സംഭാഷണമോ സമ്പർക്കമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഇനി ഒരു തെറ്റിദ്ധാരണ കൂടെ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ചിലർ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. ആ ചോദ്യത്തിന് എക്സാക്റ്റായി ഒരു മറുപടി നാളെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്ത കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവിക സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും പൊതിയണം. കർത്താവ് ഈ പ്രഭാതം ധന്യകരമാക്കി തീർക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ വീഡിയോയിൽ കൂടെ അടിയനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്കുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ എൻ്റെ കോൾ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിലും നിങ്ങൾക്കത് ലഭ്യമാണ്. ആകയാൽ നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗാഡ് ബ്ലസ് യു.